Hello, welcome back to another video. The all new TVS Jupiter 110cc ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ നോക്കുവാണെങ്കിൽ പ്രീവിയസ് 110 വെച്ച് ഒത്തിരിയേറെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈൻ വർക്കും അതുപോലെ തന്നെ ഫീച്ചർ വർക്കും കാര്യങ്ങളും എല്ലാം നൽകി ഒരു റീഡിസൈൻ ചെയ്താണ് TVS ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഒരു ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ഇൻഫിനിറ്റി DRL കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സോ ആ ഒരു DRLനെ കണക്ട് ചെയ്ത് തന്നെ ഒരു LED സ്ട്രിപ്പിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ നൽകിയത്. സോ അത് ആ ഒരു ഫ്രണ്ട് പോർഷനിലോ നല്ലൊരു ലുക്കും കാര്യങ്ങളും നൽകുന്നുണ്ട്. 20cc ആയിരുന്നപ്പോൾ ആ ഒരു പോർഷനിൽ നമുക്കൊരു ക്രോം എലമെൻറ്റ് കാര്യങ്ങൾ ഡിസൈൻ ആയിരുന്നു. ബട്ട് ഈ ഒരു മോഡൽ തോന്നുമ്പോൾ ഒരു ഇൻഫിനിറ്റി ബാർ പോലുള്ളൊരു LED സ്ട്രിപ്പായിട്ടാണ് നൽകിയിട്ടുള്ളത്. DRL പ്ലസ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അത് ലുക്ക് വൈസ് ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് കാര്യങ്ങളുമാണ്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഒരു പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ആ വൈസറിൽ വന്നിട്ടുള്ളത്. ടയർ പോർഷനിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഇൻഫിനിറ്റി ബാർ ആയിട്ടുള്ള ടൈൽ ലൈറ്റ് പ്ലസ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. സോ ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ലാത്ത രീതി തന്നെയാണ് TVS ഈ ഒരു മോഡൽ നൽകി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ വേരിയൻസ് കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കും കാര്യങ്ങളും നൽകുന്ന ഒരു കളർ വേരിയൻസ് കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു മോഡലോട്ട് വന്നപ്പോൾ നമ്മൾ 125 പോലെ തന്നെ ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് ആ ഫ്യൂൽ ലിഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു USB ചാർജിങ് പോർട്ടും 2 ലിറ്റേഴ്സിൻ്റെ ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ അതിന് തൊട്ട് താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. സോ നമുക്ക് ചാർജിങ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇത്തിരി ഈസിയാണ്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് 2 ഹെൽമെറ്റ് വയ്ക്കാനുള്ള ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 32 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ പോർഷനിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ 113cc സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. 8 PHP ആൻഡ് 9.8 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് എഞ്ചിൻ തന്നെ ഒന്ന് റീവർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ബട്ട് ഈ ഒരു മോഡലിൽ വേറൊരു അഡീഷണൽ ഫീച്ചർ നൽകിയിട്ടുള്ളത് IG അസിസ്റ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഐഡിയലിലായി കഴിഞ്ഞ് ഇപ്പോൾ റെഡ് സിഗ്നൽ കാര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓൾറെഡി ഐഡിയൽ മോഡലിലാവും. സോ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളോ കുറച്ചുകൂടി കൺട്രോൾഡ് ആവും. അത് കഴിഞ്ഞ് ത്രോട്ടിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്യൂൽ കൺസപ്ഷൻ കാര്യങ്ങൾ നടക്കുന്നത്. സോ അറ്റ് എ ടൈം നമുക്ക് നടക്കുന്നത് ബാറ്ററിയിൽ നിന്ന് പവർ കാര്യങ്ങൾ എഞ്ചിനിലോട്ട് കൺസപ്ഷൻ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കി ആൻഡ് അറ്റ് സെയിം ടൈമിൽ തന്നെ ഈ ഒരു എഞ്ചിനിൽ നിന്നുള്ളൊരു പെർഫോമൻസ് പവറും വെച്ച് നമുക്ക് ആ ബാറ്ററി ഓട്ടോമാറ്റിക്കലി റീചാർജും കാര്യങ്ങളാവുകയും ചെയ്യുന്നു. സോ ഇത് വെച്ച് അറൗണ്ട് ഒരു 10% ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് TVS ക്ലെയിം ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് ജൂപ്പിറ്റർ വെച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടയർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് 90/90 അതുപോലെ 12 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടും അതുപോലെ റെയർ ടയറും കാര്യങ്ങളും നമുക്ക് 12 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു മോഡലിൽ. അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ പോർഷനിലൂടെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 220 mm ഡിസ്ക് ബ്രേക്കും റെയർ പോർഷനിൽ നമുക്ക് 130 mm ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇനി മീറ്റർ കൺസോൾ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ടോ. അതുപോലെ നാവിഗേഷൻ വിത്ത് വോയിസ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. പിന്നെ കോൾ ആൻഡ് SMS അലേർട്ട്, ഫൈൻഡ് മൈ വെഹിക്കിൾ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ എക്കോണമി കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. സോ ഫൈൻഡ് മൈ വെഹിക്കിളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. നമ്മളൊരു വലിയ പാർക്കിംഗ് ഏരിയയിലേക്കും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസ് ഫൈൻഡ് ഔട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫോളോ മീ ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാര്യം നൽകിയിട്ടുണ്ട്. വണ്ടി ടേൺ ഓഫ് ആക്കിയാലും കുറച്ച് സെക്കൻഡ്സിന് ആ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ഓൺ ആയിരിക്കും. സോ അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്കൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് പാനിക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പാനിക് ബ്രേക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെയർ പോർഷനിലെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ലൈക്ക് ആൻ ഹസാർഡ് പോലെ തന്നെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ആ ടൈമിൽ തന്നെ ചെറിയൊരു വാർണിംഗ് സൗണ്ടും കാര്യങ്ങളും വണ്ടിയിൽ നിന്ന് വരുന്നതാണ്. സോ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇൻ കേസ് നമ്മളൊരു സിറ്റിയിൽ സഡൻ ബ്രേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ പിന്നാലെ വരുന്ന വണ്ടികൾക്ക് അതൊരു ഇൻഡിക്കേഷൻ കാര്യങ്ങൾ നൽകുകയും സോ ഒരു ആക്സിഡൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചർ കാര്യങ്ങളാണ്. സോ ആ ഒരു ഫീച്ചർ കാര്യങ്ങൾ സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിൽ വളരെയേറെ നൈസായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് TVS. അതുപോലെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലും നൽകിയിട്ടുണ്ട്. ഇനി സസ്പെൻഷൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും അതുപോലെ റയർ പോർഷനിലും നമുക്ക് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് ഇച്ചിരിയോടെയും ബെറ്റർ ആയിട്ടുള്ള ഒരു സസ്പെൻഷനും ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് മോഡലിനേക്കാളും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് TVS ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലെ ആ ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ സാധനങ്ങൾ കാര്യങ്ങൾ ക്യാരി ചെയ്യാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും ഈ ഒരു ലെഗ് സ്പേസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല സ്യൂട്ടബിൾ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ആ ഒരു ബ്ലാക്ക് ഗ്ലോസി പോർഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾസോ ആ ഇൻഫിനിറ്റി ബാറും കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്യൂട്ട് ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും TVS ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്.
സോ ഒരു ആക്റ്റീവയ്ക്ക് നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ആവുന്ന രീതിയിൽ തന്നെയാണ് ഫീച്ചർ വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഈ ഒരു മോഡലിൽ ടി വി എസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റും വൈഡാണ് സീറ്റ് കേട്ടോ. സോ ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു പില്ലിയൻ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിലെ 2 ലിറ്ററിൻ്റെയാണ് ഗ്ലൗ ബോക്സ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. 33 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. വണ്ടിയുടെ വെയിറ്റ് ഏകദേശം വരുന്നത് 106 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. 163 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ ഫീച്ചർ വൈസ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.1 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4 വേരിയൻറ്റ് കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഡിസ്ക് മോഡൽ തന്നെ അതിൻ്റെ സ്മാർട്ട് കണക്റ്റ് വരുന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 93,630 റുപ്പീസും അതുപോലെ തന്നെ ഡ്രം വേരിയൻറ്റ് സ്മാർട്ട് കണക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വരുന്നത് 89,630 റുപ്പീസും. ഡ്രം വേരിയൻറ്റിൽ തന്നെ അലോയ് ഉള്ള മോഡലുണ്ട്, അതിന് 85,580 റുപ്പീസുമാണ് വരുന്നത്. ഈ ഡ്രം വേരിയൻറ്റിൽ തന്നെ നമ്മുടെ നോർമൽ റിമ്മ് കാര്യങ്ങൾ വരുന്ന മോഡലുണ്ട്. സോ അതിൽ അലോവേൽസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു മോഡലിന് 80,680 റുപ്പീസുമാണ് വരുന്നത്. സോ ഈ ഒരു ബേസ് വേരിയൻറ്റ് എടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു LED സ്ട്രിപ്പിൻ്റെ സ്ഥാനത്ത് ഹാലജൻ ലൈറ്റ്സ് കാര്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു ഡിസൈൻ കാര്യങ്ങളിൽ ചെറിയൊരു വേരിയേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. സോ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ ഫീച്ചർ വൈസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ട്. സോ ഫീച്ചർ വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെയാണ് ടി വി എസ് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊരു 110cc നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ മസ്റ്റായിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് വരെ ചെയ്ത് നോക്കുക. അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളിലും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു മോഡലിൽ നമുക്കൊരു റൈഡ് റിവ്യൂ കാര്യങ്ങൾ അവൈലബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൈഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത്രയൊക്കെ തന്നെയാണ് ജൂപ്പിറ്റർ 110ൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.